വെടിവെപ്പ് നടക്കുമ്പോൾ സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ തലയെടുപ്പുള്ള പ്രതിനിധിയാണ് വിപരിഞ്ഞ പൊക്കൻ 1948 ഏപ്രിൽ 12 വെടിയേറ്റ് വീഴുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 23 കേരളം പുന്നക്കോടൻ കുഞ്ഞമ്പു വെടിയേറ്റ് രക്തസാക്ഷിയാവുന്നത്. അത് കഴിഞ്ഞ് മെയ് 1 ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് MSPയുടെ പരിധിയിൽ, കേരളത്തിൻ്റെ പരിധിയിലല്ലാത്ത ദക്ഷിണ കന്നഡ ജില്ലയിൽ വരുന്ന, ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായ മുനിയംകുന്നിൽ ഒരു ലോങ് മാർച്ചിനെ തുടർന്ന് സായുധമായിട്ടുള്ള പോരാട്ടം ഇന്ത്യയുടെ ഭരണകൂടത്തോട് ആവശ്യമാണ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് MSPക്കാരും ഒറ്റുകാരുമൊക്കെ നുഴഞ്ഞു കയറിയിട്ടാണ് 6 പേരെ മൃഗീയമായി വെടിവെച്ചു കൊല്ലുന്നത്. അവരെല്ലാം അടക്കപ്പെട്ടിട്ടുള്ള ഒരു കുഴിമാടമാണ് പാടിയൊട്ടുചാലിലെ രക്തസാക്ഷി നഗറിലെ തലയുയർത്തി നിൽക്കുന്ന ആ രക്തസാക്ഷി സ്തൂപെന്ന് പറയുന്നത്. 6 പേരുടെ ജീവിതം അവിടെയാണ് ഭരണകൂടം അടക്കം ചെയ്തത്. ചെറുപുഴയിലാണ് പുതിയ കാലത്ത് ഈ രക്തസാക്ഷി ദിനം വീണ്ടും അനുസ്മരിക്കുന്നത്. ഉദ്ഘാടനം അതോടൊപ്പം തന്നെ സ്വാഗത പ്രാസംഗികനും ആ ഓർമ്മയുടെ ചെറിയൊരു ഭാഗം ഇന്നലെ എന്നതുപോലെ തന്നെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായി രൂപീകരിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കോറോം രക്തസാക്ഷി ദിനം എന്നതിൽ ഒരാൾക്കും തർക്കമുന്നയിക്കാൻ കഴിയുന്നതേ അല്ല. ഇന്ന് ലോകത്തിന് മാതൃകയായൊരു ഭൂപ്രദേശമായി ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കൊച്ചു കേരളം മാറുമ്പോൾ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന, ലോകം തന്നെ ഉറ്റുനോക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങളുടെ കേന്ദ്രമായി എൻ്റെയും നിങ്ങളുടെയും നാട് ഈ കേരളം മാറുമ്പോൾ ആ മുന്നേറ്റങ്ങളുടെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒളിത്താവങ്ങളായിട്ട്, അഭയകേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്ന നെല്ല് ചീഞ്ഞു നാറാനുള്ളതല്ലെന്നും ജന്മിയുടെ പത്തായപ്പുരകളിലെ നെല്ല് കാക്കക്കും പൂച്ചക്കും ആകപ്പെട്ടു. പട്ടിണിയും മഹാവ്യാധിയാലും ജനങ്ങൾ അങ്ങേയറ്റം കൂടി ഏപ്രിൽ 12 കോറോം രക്തസാക്ഷി ദിനം നാടും നാട്ടാരും 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആചരിക്കുകയാണ്. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രകടനമിത കോറോം രക്തസാക്ഷി നഗറിലേക്ക് ഇതുവഴി കടന്നു വരികയാണ്. സമതയുടെ ചെങ്കതിർ വിരിയുന്ന നല്ലൊരു നാളെയുടെ സൂര്യോദയത്തിനായി പോരാട്ട വീതിയിൽ ജീവനും രക്തവും സമർപ്പിച്ച അനശ്വരരായ കോറോം രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഒരിക്കൽ കൂടി ഏപ്രിൽ 12 കോറോം രക്തസാക്ഷി ദിനം. പൊന്നകൾ പൂക്കും കാലത്ത്, പൊന്നകൾ പൂക്കും കാലത്ത്, പൂക്കും കാലത്ത് രക്തസാക്ഷികൾ സിന്ദാബാദ്, സിന്ദാബാദ്. ഓരോ പുള്ളിക്കാരനും 1000 പേർ ഉയരുന്നു. ഓരോത്തിന്റെ കരുത്താണ്, ഓരോത്തിന്റെ കരുത്താണ്. കരുവള്ളൂരിൻ സത്താണ്, അസ്ഥികൾ പൂക്കും വയലാറിന്റെ ക്രിസ്ത്യതാണ് പ്രസ്ഥാനം. നിങ്ങൾ ഉയർത്തിയ ചോരച്ചെങ്കൊടി, ഞങ്ങൾ വാനിൽ ഉയർത്തിക്കെട്ടും. രക്തസാക്ഷികൾ അമരന്മാർ,
അമരന്മാരവ ധീരന്മാർ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇടനമറ്റ ചരിത്രത്തിന്റെ ആൾമുന പൊട്ടി പോകുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല